സുജയ, തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിലേക്ക് ഒരു 20-25 മിനിറ്റിനകം, അതായത് ഇപ്പോൾ സമയം 5 മണിയാകുന്നു. 5:30 തന്നെ തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിലേക്ക് എത്തിച്ചേരും. അതിനുശേഷമായിരിക്കും ഇപ്പോൾ നമുക്കിവിടെ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 6:15-നും 6:30-ക്കും ഇടയ്ക്ക് സന്നിധാനത്തേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തിച്ചേരും. അതിനുശേഷം കൊടിമര ചുവട്ടിൽ ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവനും മറ്റ് വിശിഷ്ട വ്യക്തികളൊക്കെ ചേർന്ന് സ്വീകരിക്കും. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം ഈ തിരുവാഭരണ ഘോഷയാത്ര ഇവിടെ സ്വീകരിക്കാൻ നിൽക്കുന്ന തിരുമുറ്റത്ത് ഇവിടെ ഭക്തജന ലക്ഷങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുന്നത് കാണാം. എല്ലാവരുടെയും നട തുറക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം. സന്നിധാനം ഭക്തിസാന്ദ്രമാണ്. ശരണം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷം. മകരജ്യോതി ദിനത്തിലെ ദീപാരാധന വിശേഷാൽ ദീപാരാധനയാണ്. ആ ദീപാരാധനയ്ക്കായി ഇപ്പോൾ നട തുറന്നിരിക്കുകയാണ്. വൈകിട്ട് 6:30-ക്കാണ് തിരുവാഭരണം ചാർത്തിയുള്ള മഹാദീപാരാധന നടക്കുക. വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് ഈ ദിവസം നട തുറക്കുന്നത്. ശുദ്ധിക്രിയകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 1 മണിയോടെ നടയടച്ചതാണ്. ഇത്രയും നേരം ഈ ഒരു നിമിഷത്തിനായി ഭക്തരവിടെ ക്ഷമയോടെ കാത്തു നിൽക്കുകയായിരുന്നു. വൈകിട്ടത്തെ മകര സംക്രമ ദിനത്തിലെ പൂജകൾക്കായി വൈകുന്നേരം നട ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നിരവധി ഭക്തരാണ് കാത്തു നിൽക്കുന്നത്. നമുക്കൊപ്പം അർജുൻ മട്ടന്നൂരും തുടരുന്നുണ്ട്. അർജുൻ മട്ടന്നൂർ, വൈകിട്ടത്തെ പൂജകൾക്കായി നട തുറന്നിരിക്കുന്നു. തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തെത്തുന്ന കാത്തിരിപ്പിലേക്കല്ലേ ഇനി പോകുന്നത്? സന്നിധാനം ഭക്തിസാന്ദ്രമാണ്. ശബരിമല നട തുറന്നു. ഇന്ന് വൈകിട്ട് 6:30-നാണ് വിശേഷാൽ ദീപാരാധന നടക്കുക. തത്സമയ കവറേജ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വനപാതയിലൂടെ തിരുവാഭരണ ഘോഷയാത്ര കൊല്ലമൂഴിയും ഏട്ടപ്പട്ടിയും ഒളിയമ്പുഴയും വലിയാനവട്ടവും ചെറിയാനവട്ടവും നീലിമലയും ശബരി പീഠവും ഒക്കെ പിന്നിട്ട് ശരംകുത്തി വഴി സന്നിധാനത്തേക്ക് എത്തും. വലിയ സ്വീകരണമാണ് എല്ലായിടങ്ങളിലും തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് നമ്മൾ കണ്ടത്. നടപ്പന്തലടക്കം ഭക്തർ ഇപ്പോൾ കാത്തിരിക്കുകയാണ്. വൈകിട്ട് മകരവിളക്ക് ദർശിക്കുന്നതിനായി തിരുവാഭരണം ചാർത്തിയുള്ള മഹാദീപാരാധനയ്ക്കായുള്ള കാത്തിരിപ്പിലാണ്. ഇനി